ഒരുമയുയർത്തും കാലം. മാലിന്യങ്ങളും പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കുടുംബശ്രീ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അത് വികസന പ്രവർത്തനങ്ങളായാലും ക്ഷേമ പ്രവർത്തനങ്ങളായാലും കാർഷിക മേഖലയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒട്ടനവധി സംരംഭങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ നാളുകളിൽ നടത്തി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന ഓണത്തെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരു വലിയ പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ ഉദ്ഘാടനം ചെയ്ത് പോവുകയാണ്. കുടുംബശ്രീ സംവിധാനത്തിനാകെ ഉണർവും ഊർജ്ജസ്വലതയും നൽകി കേരളത്തിൽ 50 ലക്ഷത്തിലേറെ വരുന്ന സ്ത്രീകളെ ശക്തിപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി, സാമ്പത്തികമായ ശക്തി നൽകുന്നതിന് വേണ്ടി, കരുത്ത് നൽകുന്നതിന് വേണ്ടി ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനത്തിന് ആവശ്യമായ പിന്തുണയും സഹായവും പുതിയ ദിശാബോധവും നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയാണ് സംസ്ഥാന തലത്തിൽ നദിയിൽ ഉത്സവം നടത്താൻ ഈ മരയമുട്ടം ചെറു ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. വസന്തവിനിയും നമുക്ക് കൂടെ പൊഴിച്ചു നൽകും പൂക്കൾ, വിരിഞ്ഞു നിൽക്കാം വീഥിയിൽ നിറയെ വിധിവാക്യങ്ങൾ തിരുത്താം എന്നാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ വിധിവാക്യത്തെയും തലവരയെയും തിരുത്തിക്കുറിച്ച മഹാപ്രസ്ഥാനത്തിൻ്റെ പേരാണ് കുടുംബശ്രീ എന്നത്. കുടുംബശ്രീ 2 നൂതനമായ പദ്ധതികൾ ആരംഭിക്കുക. അതിലൊന്ന് നിറപ്പൊലിമ, നിറഞ്ഞു നിൽക്കാം വീഥികൾ നിറയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കേരളത്തിൽ മുഴുവൻ കുടുംബശ്രീയുടെ പൂക്കൾ വിരിഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. നിറപ്പൊലിമ എന്ന പദ്ധതി ഇന്ന് നമ്മൾ പാറശാലയിൽ നിന്ന് തുറന്നു വെച്ചിരിക്കുക. അതുപോലെ പൂ മാത്രമല്ല, സദ്യക്കുള്ള പച്ചക്കറി കുടുംബശ്രീയുടെ വകയാണ്. അതാണ് ഓണക്കനി എന്ന പദ്ധതി.